കയ്യൂർ ആലന്തട്ടയിൽ നിർമ്മിച്ച രക്തസാക്ഷി സ്മാരക മന്ദിരം ആഗസ്റ്റ് 6-ന് വൈകിട്ട് 4 മണിക്ക് CPIM പൊളിറ്റ് ബ്യൂറോ അംഗം പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും. 500 പേർക്ക് ഇരിക്കാവുന്ന ഓഡിറ്റോറിയത്തോടു കൂടിയതാണ് പുതിയ മന്ദിരം. ദിസ് ന്യൂസ് സ്പോൺസർഡ് ബൈ ഉയർന്ന ഗുണനിലവാരം, തികഞ്ഞ വിശ്വസ്തത, ജനതാ പാൽ. 1987 മാർച്ച് 23-ന് നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ രാത്രിയിൽ ചീമേനിയിൽ രാഷ്ട്രീയ എതിരാളികളാൽ കൊല ചെയ്യപ്പെട്ട 5 CPIM പ്രവർത്തകരുടെ സ്മരണയ്ക്കായാണ് ആലന്തട്ടയിൽ രക്തസാക്ഷി സ്മാരക മന്ദിരം പണിതൊരുക്കിയത്. ആഗസ്റ്റ് 6-ന് വൈകിട്ട് 4 മണിക്ക് CPIM പൊളിറ്റ് ബ്യൂറോ അംഗം പിണറായി വിജയൻ സ്മാരക മന്ദിരത്തിന്റെ ഉദ്ഘാടനം നിർവഹിക്കുമെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. കെട്ടിട ഉദ്ഘാടനം 6-ാം തീയതി വ്യാഴാഴ്ച വൈകുന്നേരം 4 മണിക്ക് നടത്തിയത്. ചീമേനി രക്തസാക്ഷികൾക്ക് ആദ്യ സ്മാരക നിർമ്മിതി എന്ന ദൗത്യം 1989-ൽ തന്നെ CPIM ആലന്തട്ട ബ്രാഞ്ച് കമ്മിറ്റി ഏറ്റെടുത്തിരുന്നു. CITU ദേശീയ വൈസ് പ്രസിഡന്റ് C. രവീന്ദ്രനാഥാണ് അന്ന് രക്തസാക്ഷി മന്ദിരത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചത്. ഈ മന്ദിരം കേന്ദ്രീകരിച്ച് ജനശക്തി സാംസ്കാരിക വേദി നടത്തിയ പ്രവർത്തനങ്ങൾ ആലന്തട്ട മേഖലയുടെ പ്രചോദന കേന്ദ്രമായി മാറി. കാലപ്പഴക്കവും സ്ഥലപരിമിതിയും കാരണമാണ് ഓഡിറ്റോറിയം അടക്കമുള്ള പുതിയ മന്ദിരം നിർമ്മിച്ചത്. CPIM ആലന്തട്ട സെൻട്രൽ ബ്രാഞ്ച്, ജനശക്തി സാംസ്കാരിക വേദി എന്നിവയുടെ ഓഫീസ് ഈ രക്തസാക്ഷി മന്ദിരത്തിൽ പ്രവർത്തിക്കും. 500 പേർക്ക് ഇരിക്കാവുന്ന ഓഡിറ്റോറിയത്തോടു കൂടിയതാണ് മന്ദിരം. ഉദ്ഘാടന പരിപാടിയിൽ പാർട്ടി ജില്ലാ സെക്രട്ടറി M. രാജഗോപാലൻ അധ്യക്ഷത വഹിക്കുമെന്നും മുൻ കേന്ദ്ര കമ്മിറ്റി അംഗം P. കരുണാകരൻ രക്തസാക്ഷി കുടുംബങ്ങളെ ആദരിക്കുമെന്നും ഭാരവാഹികൾ പറഞ്ഞു. ഇക്കാര്യങ്ങളെല്ലാം അറിയിക്കാനായി നടത്തിയ വാർത്താ സമ്മേളനത്തിൽ സംഘടക സമിതി ഭാരവാഹികളായ KV ലക്ഷ്മണൻ, A. സന്തോഷ്, K. കമലാക്ഷൻ, AM. ബാലകൃഷ്ണൻ, K. ഗംഗാധരൻ എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ.